ഒരു നേരമെങ്കിലും മീൻ കൂട്ടി ആഹാരം കഴിക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിഭാഗവും. എന്നാൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ച് ഒരാഴ്ച പിന്നീട് മുൻപേ തന്നെ കടുത്ത വറുതിയിലാണ് തലസ്ഥാന നഗരിയിലെ മത്സ്യത്തൊഴിലാളികൾ. ആകാശ് ചേർന്നു വിവരങ്ങളുമായി. ആകാശ്, എന്താണ് തീരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വിവരങ്ങൾ? മത്സ്യത്തൊഴിലാളികൾ കടുത്ത വറുതിയിലേക്ക് പോകുന്നപ്പോൾ ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ടും. അതെ, തീർച്ചയായിട്ടും വീണ. അതായത് സംസ്ഥാനത്ത് ഈ വർഷം ആരംഭം മുതൽ തന്നെ കടുത്ത വെയിലായിരുന്നു. 2024 ആരംഭം തന്നെ കടുത്ത വെയിലായിരുന്നു. അത് കാരണം ചെറു മത്സ്യങ്ങളും അതുപോലുള്ള മറ്റു പല മത്സ്യങ്ങളും കടലിൽ വളരെ ദുർലഭ്യമായിരുന്നു. മീനുകളുടെ ലഭ്യത വളരെ കുറവായിരുന്നു. അതിനെ തുടർന്ന് തന്നെ നമുക്ക് അറിയാം, വേനൽ മഴയും മറ്റു പല മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പുകളെ തുടർന്ന് മത്സ്യബന്ധനത്തിന് പലർക്കും തന്നെ പോകാൻ സാധ്യമല്ലാത്തൊരു രീതി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇതാ ഇപ്പോൾ മെയ് അവസാനത്തോടു കൂടി തന്നെ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ മെയ് 28 കൂടി തന്നെ കാലവർഷം എത്തുന്നു എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. അതേസമയം കാലവർഷം എത്തിയെങ്കിലും ആദ്യത്തെ ചില നാളുകളിൽ മാത്രമാണ് ശക്തമായ മഴ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന നാളുകളിൽ മഴയുടെ ലഭ്യത ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും മുന്നറിയിപ്പിനെ തുടർന്ന് പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ പറ്റാത്തൊരു സാധ്യതയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നൊന്ന് തിരമാല എന്ന കണക്കെ തന്നെ ഇതാ ഇപ്പോൾ ജൂൺ 9 മുതൽ ട്രോളിംഗും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രോളിംഗ് കാലഘട്ടത്ത് നമുക്കറിയാം, യന്ത്രം ഘടിപ്പിക്കാത്ത പരമ്പരാഗത തോണികൾക്ക് മാത്രമാണ് കടലിൽ പോകാൻ സാധ്യമുള്ളത്. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കടലിൽ പോകുന്നു എന്നാണ്, അത് എത്രത്തോളം മത്സ്യങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് നമുക്ക് പൂന്തുറയിൽ നിന്ന് നേരിട്ട് തന്നെ മത്സ്യബന്ധകരോട് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോട് നമുക്ക് ചോദിച്ചറിയാം. അതായത് ചേട്ടാ, ഇപ്പോൾ ട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൈത്തോണികളല്ല, അഥവാ തോണികളാണല്ലോ ഇപ്പോൾ പോകുന്നത്. ആ തോണികളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മീനുകൾ ലഭിക്കുന്നത്? പണ്ട് ഞങ്ങൾക്ക് ചാളച്ചടി ഉണ്ടായിരുന്നു, അതിപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം അതിൽ പോകാൻ പറ്റൂല. ഇപ്പം ഇതാണ് വെള്ളത്തിൽ പോകണം. ഇവിടെ നിന്ന് 2 മണിക്ക് വിഴിഞ്ഞത്ത് പോകും ഉച്ചയ്ക്ക്. പോയിട്ട് 8,000 രൂപ നഷ്ടം ഉണ്ടാവും. 5 പൈസ കിട്ടുകയില്ല. ഒരു മത്സ്യമൊന്നും കിട്ടുന്നില്ല. ഭയങ്കര കഷ്ടത്തിലാണ് ഇപ്പം മത്സ്യത്തൊഴിലാളി ജീവിക്കുന്നത്. കടലിലും കാറ്റും മഴയും കൊണ്ട് പോയി വന്നിട്ട് ചികിത്സയുടെ ഫലമില്ല. ഇപ്പം ഞങ്ങൾ എന്തൊരു ചെയ്യണമെന്ന് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പെൻഷനും നല്ല രീതിക്ക് അവർ അനുഭവിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അതായത് ഇപ്പോൾ നമ്മളോട് ചേർന്ന മത്സ്യത്തൊഴിലാളി അത് തന്നെയാണ് പറയുന്നത്. കൈത്തോണികളിലും കട്ടമരങ്ങളിലും പോയാൽ പോലും അവർക്ക് അതിരാവിലെ തന്നെ പോയാൽ പോലും അന്ത്യോളം, അതായത് വൈകുന്നേരങ്ങൾ വരെ പോയാൽ പോലും തങ്ങൾക്ക് കറിക്കുള്ള മീനുകൾ പോലും ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയാം, ഈ പ്രദേശമെല്ലാം തന്നെ ട്രോളിംഗ് ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ വളരെയേറെ മത്സ്യബന്ധകരും മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഏത് ഉച്ച സമയമായാൽ പോലും ഇവിടെ വന്ന് നമുക്ക് ധാരാളം മത്സ്യങ്ങൾ വാങ്ങാമായിരുന്നു. അതായത് 200ഓളം മത്സ്യത്തൊഴിലാളികൾ വിൽക്കുന്ന കച്ചവടക്കാർ ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ നിന്നും വ്യക്തമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ആകെ ഉണ്ടാകുന്നത് വെറും 7 മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മത്സ്യങ്ങൾ വിൽക്കുന്നതിലേക്കായിട്ട് ഇവിടെ നിൽക്കുന്നത്. മത്സ്യങ്ങളുടെ ലഭ്യത വളരെ കുറവായതിനെ തുടർന്ന് മറ്റു 100 കണക്കിന് ആളുകൾ ഇവിടെ ഇപ്പോൾ കച്ചവടത്തിനായി വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുമാത്രമല്ല, മറ്റു പലരോടും നാം പ്രതികരിക്കുന്നതിനെക്കുറിച്ച്, മത്സ്യങ്ങൾ വിൽക്കുന്ന തൊഴിലാളികളോട് പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ തന്നെ പറയുന്നു, അവരുടെ വറുതിയെക്കുറിച്ച് തങ്ങൾക്ക് പറയുന്നതിന് അത്രത്തോളം ബുദ്ധിമുട്ടെന്നാണ് അവർ പറയുന്നത്. എന്നാൽ പോലും നമുക്ക് ഒരു അമ്മയോട് ചോദിച്ചു നോക്കാം, ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്നൊന്ന് പറയൂ. ഞങ്ങൾ കടലിൽ ജോലി ചെയ്ത് തിന്നുന്നവരാണ് ഞങ്ങളുടെ ആണുങ്ങൾ. അവർ കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ. കടപ്പുറത്ത് മീനില്ല. അവർ പോയിട്ട് തിരിച്ചു വരുന്നു. ഈ കടൽക്ഷോഭത്തിൽ പോയാൽ വരെ 50 രൂപ അവർക്ക് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് ഇവിടെ മീനുകളില്ല, അറവേ മീനുകളില്ല, നശിച്ച് കിടക്കുന്ന കടലിൽ. അതുകൊണ്ട് പാല ആണെങ്കിൽ അത് മുറിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഇതിലെ പണിക്ക് പോകാൻ നിവർത്തിയില്ല.
പാലം ഉണ്ടെങ്കിൽ പാലം വഴിയെങ്കിലും ആളുകൾ പോയെങ്കിൽ ഇപ്പം അതുപോലും പോകാതെ ഒരുപാട് പേര് ഒരുപാട് പിള്ളേർ നിരപരാധികൾ കിടക്കുന്ന അന്ന് വേല ചെയ്ത് അന്ന് തിന്നുന്നവരാണ് എല്ലാവരും. ഇപ്പം അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ അവിടെ കുത്തിയിരിക്കുന്നു. അതെ, അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് അന്നന്ന് ദിവസം ജോലി ചെയ്ത് ലഭിക്കുന്ന പൈസയിൽ നിന്നും അന്നന്ന് ലഭിക്കുന്ന പണത്തിൽ നിന്നാണ് അവർ ദൈനംദിനം ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് പോലും ലഭിക്കേണ്ട യാതൊരു തുകയും അല്ലെങ്കിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സബ്സിഡികളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടിലെന്നാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതേസമയം മത്സ്യങ്ങൾ വാങ്ങാൻ വന്നവരോട് ഉള്ള പ്രതികരണം ചോദിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. നേരത്തെ പല മത്സ്യങ്ങൾ വാങ്ങാൻ വന്നവരും പ്രതികരിക്കുന്നതിനെ വളരെയേറെ താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം മത്സ്യങ്ങൾ നേരത്തെ വളരെ വില കുറഞ്ഞ രീതിയിലായിരുന്നു വാങ്ങിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ വന്ന് ബാർഗെയിൻസ് പോലുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അവരും പലരും പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീണ. ശരി ആകാശ്, മുൻപ് വളരെ സജീവമായിരിക്കുന്ന ഇടമാണ് ഇപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതിൽ നിന്ന് വ്യക്തമാണ് അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ വറുതിയിൽ പോവുകയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെന്നാണ് ആകാശ് റിപ്പോർട്ട് ചെയ്യുന്നത്.